ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പെർഫോമൻസ് അപ്രൈസൽ ആണ്. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പെർഫോമൻസ് അപ്രൈസൽ ഇസ് ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് പേഴ്സണൽ ജോബ് പെർഫോമൻസ് ആൻഡ് ഹിസ് പൊട്ടൻഷ്യൽ ഫോർ ഡെവലപ്മെന്റ്. ഒരു വ്യക്തിയുടെ ഡെവലപ്മെന്റിനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, അതുപോലെ ആ ഒരു ജോബിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന പ്രോസസ്സിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ എംപ്ലോയി എന്ത് ചെയ്തു, സ്ഥാപനത്തിൽ അപ്പോയിന്റ് ചെയ്തു അയാൾ എന്ത് ചെയ്തു, നോർമൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഒരു പീരിയോഡിക്കലി അയാൾ ആ ജോബിന്റെ ടേംസിനനുസരിച്ച് അയാൾ ആ ജോബ് പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം വിലയിരുത്തുന്നതിനെയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുക. അതുപോലെ അയാള് സ്വാഭാവികമായിട്ടും നോർമൽ ആയുള്ള ജോബ് മാത്രം ചെയ്താൽ പോരാ, അയാൾക്ക് ആ ജോബിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് പൊട്ടൻഷ്യൽ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്. ഓക്കെ, പെർഫോമൻസ് അപ്രൈസൽ. അപ്പോ എന്താണ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വാല്യുവേഷൻ ഓഫ് വർക്ക്, ക്വാളിറ്റി ഓർ മെറിറ്റ്. ഒരു എംപ്ലോയീസിന്റെ വർക്ക് എന്ത് ചെയ്യുക, വിലയിരുത്തുക, അയാളെ ക്വാളിറ്റി അതുപോലെ മെറിറ്റ് ഒക്കെ എന്ത് ചെയ്യാണ്, വിലയിരുത്തുന്നതിനെയാണ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് പെർഫോമൻസ് അപ്രൈസലിന് മറ്റൊരു പേരിൽ നമുക്ക് പറയാം, ഏതാണ്, മെറിറ്റ് റേറ്റിംഗ് എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്, ഒരു വർക്കിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ വർക്ക് വിലയിരുത്തുന്നത് കൊണ്ട് അത് ശരിക്കും അതിന് പറയുന്ന മറ്റൊരു പേരായിട്ട് നമുക്ക് എന്ത് നിർവചിക്കാം, മെറിറ്റ് റേറ്റിംഗ് എന്ന് കൂടി നിർവചിക്കാവുന്നതാണ്. അപ്പൊ പെർഫോമൻസ് അപ്രൈസലിന്റെ മറ്റൊരു പേരാണ് മെറിറ്റ് റേറ്റിംഗ്. ഇനി ഒരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു സ്കോട്ട്, ക്ലോതർ ആൻഡ് സ്പ്രീഗൾ, പെർഫോമൻസ് അപ്രൈസൽ ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് ആൻ എംപ്ലോയീസ് പെർഫോമൻസ് ഓഫ് എ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് റിക്വയർമെന്റ്സ്. അപ്പൊ സ്ഥാപനത്തിലെ ഒരു ജോബ് അതിന്റെ നിബന്ധനകൾ, അതിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് അല്ലെ, അത് ഒരു ജോബ് എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് റിക്വയർമെന്റ്സ് കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെ, ഒരുപാട് നിബന്ധനകൾ ഉണ്ടാവും. ആ നിബന്ധനകളെല്ലാം ഒരു എംപ്ലോയി ശരിയായ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം വിലയിരുത്തുന്ന പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ എന്നാണ് സ്കോട്ട്, ക്ലോതർ, സ്പ്രീഗളൊക്കെ അഭിപ്രായപ്പെടുന്നത്. അപ്പോ ഒരു ജോബിന്റെ ടേംസ് അനുസരിച്ച് എംപ്ലോയി അവരുടെ പെർഫോമൻസ് ഒക്കെ ശരിയായ രീതിയിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം വിലയിരുത്തുന്ന പ്രോസസ്സാണ് പെർഫോമൻസ് അപ്രൈസൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ആണ്. ഒന്നാമതാണ് കണ്ടിന്യൂസ് പ്രോസസ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതായത് ഒരു സ്ഥാപനത്തിൽ ഈ പെർഫോമൻസ് അപ്രൈസൽ ഒരു തവണ മാത്രമല്ല ചെയ്യുക, പല തവണ എന്ത് ചെയ്യും, ഈ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്താണ് സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ആൻ എംപ്ലോയി സ്ട്രെങ്ത്, വീക്ക്നെസ് ഇൻ ടേംസ് ഓഫ് ജോബ്. ആ ഒരു ജോബിന്റെ ടേംസ് നോക്കിയിട്ട് എംപ്ലോയീസിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമുക്ക് വളരെ സിസ്റ്റമാറ്റിക് ആ രീതിയിൽ എക്സാമിനേഷൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ജോബിനാണെങ്കിൽ അതിന് വ്യക്തമായ നിബന്ധനകൾ ഉണ്ടാവും. ആ നിബന്ധനയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് സ്ട്രെങ്ത്, എന്തൊക്കെയാണ് അയാളുടെ വീക്ക്നെസ് എന്നുള്ള കാര്യം വളരെ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ എക്സാമിനേഷൻ ചെയ്യാവുന്നതാണ്. അടുത്താണ് സയന്റിഫിക് സ്റ്റഡി. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സയന്റിഫിക് സ്റ്റഡി ആണ്. അതായത് അതിന് വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. അപ്പോ അതിനൊരു വ്യക്തമായുള്ള പ്രൊസീജിയർ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി ആണ്. അടുത്താണ് അറേഞ്ച്ഡ് പീരിയോഡിക്കലി അക്കോർഡിംഗ് ടു ദ ഡെഫിനിറ്റ് പ്ലാനിങ്. അതുപോലെ ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ പീരിയോഡിക്കലി ആയിട്ട് നമ്മൾ വിലയിരുത്തുന്നുണ്ട്. ഒരു വ്യക്തമായുള്ള ഡെഫിനിറ്റ് പ്ലാൻ ഉണ്ടാകും. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായ രീതിയിൽ പീരിയോഡിക്കലി വിലയിരുത്തുന്നതാണ് ഓരോ എംപ്ലോയീസിനെയും. അടുത്താണ് മെയിൻ പർപ്പസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഈസ് ടു സെക്യൂർ ഇൻഫർമേഷൻ നെസസറി ഫോർ മേക്കിംഗ് ഒബ്ജക്റ്റീവ് ആൻഡ് കറക്റ്റ് ഡിസിഷൻ ഓൺ എംപ്ലോയീസ്. അതുപോലെ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നതിന്റെ പ്രധാനമായിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വ്യക്തമായിട്ടുള്ള ഒബ്ജക്റ്റീവ് കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ എംപ്ലോയിയുമായി ബന്ധപ്പെട്ട് ഉള്ള തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെർഫോമൻസ് അപ്രൈസൽ കാര്യങ്ങൾ ചെയ്യുന്നത്. അടുത്താണ് ഇറ്റ് ഈസ് ആൻ ഇംപാർഷ്യൽ റേറ്റിംഗ് ഓഫ് ആൻ എംപ്ലോയീസ് എക്സലൻസ്. അതുപോലെ ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിഷ്പക്ഷമായിട്ടുള്ള ഒരു റേറ്റിംഗ് ആണ്. അതായത് എംപ്ലോയീസിന്റെ എക്സലൻസ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിഷ്പക്ഷപരമായിട്ടുള്ള ഒരു റേറ്റിംഗ് ആണ് ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ. ഓക്കെ, ഇനി അടുത്ത ഏരിയ ആണ് നീഡ്സ്
ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. എന്തിനാണ് ഈ പെർഫോമൻസ് അപ്രൈസൽ ചെയ്തുകൊണ്ടുള്ള ഉദ്ദേശം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്? എന്താണ് അതിന്റെ ആവശ്യകത? എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം എന്നുള്ള കാര്യമാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമതാണ് ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ് നീഡ്സ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റ് ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അവരുടെ ട്രെയിനിങ് നീഡ്സ് അവർക്ക് ഇപ്പോൾ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അവരെ വിലയിരുത്തുന്നത്. അപ്പോ എംപ്ലോയീസിന്റെ ഡെവലപ്മെന്റ് പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ അവർക്ക് ഇനി ആ വർക്ക് ചെയ്യാൻ വേണ്ടി ട്രെയിനിങ് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്. അടുത്താണ് ഹെൽപ്സ് ടു ഇംപ്രൂവ് പെർഫോമൻസ്. അതുപോലെ എംപ്ലോയീസിനെ ഒരു പീരിയോഡിക്കലി വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് ഒന്നുകൂടി മെച്ചപ്പെടുത്താൻ പറ്റുന്നതാണ്. അടുത്താണ് ഹെൽപ്സ് ടു ടേക്ക് പേഴ്സണൽ ഡിസിഷൻസ്. അതുപോലെ ശരിയായ രീതിയിൽ അവരെ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയിയുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസ് ഒക്കെ പ്രോപ്പറായ രീതിയിൽ എടുക്കാവുന്നതാണ്. അടുത്താണ് യൂസ്ഫുൾ ടു റെക്ടിഫൈ ദി എഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എക്സെട്ര. അതുപോലെ പെർഫോമൻസ് അപ്രൈസൽ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസ് അവരെ ശരിയായ രീതിയിൽ തന്നെ ശരിയായിട്ടുള്ള ആളെ തന്നെയാണ് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ശരിയായ ആൾ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, ശരിയായിട്ടുള്ള ആൾ തന്നെയാണ് പ്ലേസ്മെന്റ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നതുമായി മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഈ പെർഫോമൻസ് അപ്രൈസൽ വഴി എന്തെങ്കിലും മോശപ്പെട്ട രീതിയിൽ എംപ്ലോയീസിനെ നമുക്ക് വിലയിരുത്തി റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോ അങ്ങനെ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റിലും സെലക്ഷനിലൊക്കെ വന്നുള്ള ഫോൾട്ടുകൾ നമുക്ക് റെക്ടിഫൈ ചെയ്യാനും ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് സഹായിക്കുന്നതാണ്. അടുത്താണ് ക്രിയേഷൻ ഓഫ് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്. അതുപോലെ എംപ്ലോയീസിന്റെ ഇടയിലൊക്കെ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പെർഫോമൻസ് അപ്രൈസൽ ഉപകരിക്കും. ഒരു പെർഫോമൻസ് അപ്രൈസൽ പീരിയോഡിക്കൽ ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാ എംപ്ലോയീസ് എന്ത് ചെയ്യും? അവരൊക്കെ നല്ല മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യും. കാരണം അവരെ വിലയിരുത്തുന്നുണ്ടല്ലോ എന്ന് അവർ മനസ്സിലാക്കുമ്പോൾ അവരെന്ത് ചെയ്യും? തീർച്ചയായിട്ടും നല്ല കോമ്പറ്റേറ്റീവ് സ്പിരിറ്റില് അവർ വർക്ക് ചെയ്യും. അടുത്താണ് ഹെൽപ്സ് ടു ഡെവലപ്പ് കോൺഫിഡൻസ് എമംഗ് എംപ്ലോയീസ്. അതുപോലെ എംപ്ലോയീസിന്റെ ഇടയിലൊക്കെ കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ ഉപകാരപ്പെടും. കാരണം അവർക്ക് അവരുടെ ഡെവലപ്മെന്റ് പൊട്ടൻഷ്യലിനെ പറ്റിയൊക്കെ എന്ത് ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കാനൊക്കെ ഈ പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് സഹായിക്കുന്നതാണ്. അടുത്താണ് എയ്ഡ്സ് ടു പേഴ്സണൽ റിസർച്ച്. അതുപോലെ ഈ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയീസിന്റെ കാര്യം മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട റിസർച്ചിലുള്ള ഒരു ഉപാധി കൂടിയാണ് ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ. അടുത്താണ് ഐഡന്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അതുപോലെ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത് വഴി എംപ്ലോയീസിന്റെ സ്ട്രെങ്ത്തിനെ പറ്റിയും വീക്ക്നെസിനെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അവരുടെ വ്യക്തമായുള്ള എന്തൊക്കെയാണ് അവരുടെ സ്ട്രെങ്ത് ഏരിയ എന്തൊക്കെയാണ്, അവരുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. അടുത്താണ് സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ. ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആയുള്ള ഇവാലുവേഷൻ ആണ്. അതായത് ഡെഫിനറ്റ് പ്ലാൻ ഉണ്ട്, സിസ്റ്റമാറ്റിക് ആയുള്ള ഒരു പ്രൊസീജറും ഉണ്ട്. അതുകൊണ്ട് ഇത് സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ ആണ്. അടുത്താണ് ഇൻസ്പിറേഷൻ. അതുപോലെ പെർഫോമൻസ് അപ്രൈസല് ഓരോ എംപ്ലോയീസിനും അവരെ പെർഫോമൻസ് വിലയിരുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും അവർക്കുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആണ്. അവരെന്ത് ചെയ്യും? അവർ വിലയിരുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ എന്ത് ചെയ്യും? അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. അടുത്താണ് ഫീഡ്ബാക്ക്. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ആണ് ആക്ച്വലി. അതായത് എംപ്ലോയീസിന്റെ പെർഫോമൻസ് എന്താണ് അവരുടെ പോരായ്മ, എന്തൊക്കെ കാര്യങ്ങൾ അവർ മെച്ചപ്പെടുത്തണം എന്നിവ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ വഴി നൽകുവാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഈ അടുത്ത ഏരിയയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. എന്തൊക്കെയാണ് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ടു ഇംപ്രൂവ് ദ ജോബ് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ഓൾസോ ഐഡന്റിഫൈ ദീസ് ഡെവലപ്മെന്റ് പൊട്ടൻഷ്യൽ. എംപ്ലോയീസിന്റെ ജോബ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ഡെവലപ്മെന്റ് പൊട്ടൻഷ്യാലിറ്റീസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്. അടുത്തതാണ് ടു ഐഡന്റിഫൈ ദ സ്ട്രെങ്ത് ഓർ വീക്ക്നെസ് ഓഫ് ഇൻഡിവിജ്വൽസ്. എംപ്ലോയീസിന്റെ ഒക്കെ സ്ട്രെങ്ത് അതുപോലെ വീക്ക്നെസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്സ്. അടുത്താണ് ടു പ്രിവെന്റ് ഗ്രീവൻസസ് ആൻഡ് ഇൻ ഡിസിപ്ലിനറി ആക്ടിവിറ്റീസ് ഓഫ് പേഴ്സണൽ. അതുപോലെ എംപ്ലോയീസിന്റെ ഗ്രീവൻസുകൾ, അതായത് പരാതികള്, അതുപോലെ ഇൻഡിസിപ്ലിനറി ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുക, ഒക്കെ പ്രിവെന്റ് ചെയ്യുക എന്നതാണ് മറ്റൊരു ഈ ഒരു പെർഫോമൻസ് അപ്രൈസലിന്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പൊ ശരിയായ രീതിയിൽ പീരിയോഡിക്കലി നമ്മള് വ്യക്തമായ രീതിയിൽ എന്ത് ചെയ്യാണ് അവരെ വിലയിരുത്തുക എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അവരുടെ കംപ്ലൈന്റുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അതുപോലെ അവരുടെ ഇൻഡിസിപ്ലിനറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ തടയാനും പറ്റും. അടുത്തതാണ് ടു ഇവാലുവേറ്റ് ദ സക്സസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം.
അതുപോലെ അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം, ഇപ്പൊ നമ്മള് ഹ്യൂജ് കോസ്റ്റ് ഒക്കെ മുടക്കിയിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടാവും. ആ ട്രെയിനിങ് പ്രോഗ്രാം സക്സസ് ആണോ എന്നുള്ള കാര്യം വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്. അടുത്തതാണ് ടു മോട്ടിവേറ്റ് ദ എംപ്ലോയി ടു പെർഫോം വെൽ. അതുപോലെ എംപ്ലോയീസിനൊക്കെ മോട്ടിവേറ്റ്, അവരുടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരൊക്കെ എന്താണ് ശരിയായ രീതിയിലൊക്കെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഈ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പൊ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് കഴിയുന്നതാണ്. അടുത്താണ് ടു പ്രൊവൈഡ് കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് കരിയർ പ്ലാനിംഗ് ടു എംപ്ലോയീസ്. അതുപോലെ എംപ്ലോയീസിന് കോച്ചിങ് കൊടുക്കാനും കൗൺസിലിംഗ് കൊടുക്കാനും അതുപോലെ കരിയർ പ്ലാനിംഗ് ഒക്കെ കൊടുക്കാനൊക്കെ ഈ പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് സഹായിക്കുന്നതാണ്. അടുത്താണ് ടു എസ്റ്റാബ്ലിഷ് ഹാർമോണൈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. അപ്പൊ നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് അപ്രൈസൽ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പറഞ്ഞു കംപ്ലൈന്റ് കാര്യങ്ങൾ ഉണ്ടാവില്ല, ഇൻഡിസിപ്ലിനറി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. അതുവഴി എംപ്ലോയറും എംപ്ലോയീസും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്സ്. അടുത്താണ് ടു ടെസ്റ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ് ആൻഡ് റൊട്ടേഷൻ പ്രോസസ്. അതുപോലെ സ്ഥാപനത്തിൽ നടപ്പാക്കുന്ന എംപ്ലോയീസിന്റെ റിക്രൂട്ട്മെന്റ്, സെലക്ഷന്, പ്ലേസ്മെന്റ്, അതുപോലെ റൊട്ടേഷൻ പ്രോസസ്സ്, ഈ കാര്യങ്ങളൊക്കെ അത് ശരിയായ രീതിയിൽ എഫക്റ്റീവ്നെസ് ആണോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് മറ്റൊരു ഈ പെർഫോമൻസ് അപ്രൈസലിന്റെ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ റിക്രൂട്ട്മെന്റ് ചെയ്തെടുത്തത് ശരിയായ ആളെ തന്നെയാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്തതാണ് ടു ഫെസിലിറ്റേറ്റ് റിസർച്ച് ഇൻ പേഴ്സണൽ മാനേജ്മെന്റ്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്യാൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. അപ്പോൾ ഒരു വ്യക്തമായ രീതിയിൽ എംപ്ലോയീസിനെ വിലയിരുത്തുക എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ ശരിക്കും റിസർച്ച് ചെയ്യുകയാണല്ലോ. അതായത് എംപ്ലോയീസിന് എന്തൊക്കെയാണ് അവരുടെ സ്ട്രെങ്ത്, എന്തൊക്കെ വീക്ക്നെസ്, എന്തൊക്കെ ഡെവലപ്മെന്റ് പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അതായത് അതിൽ ഒരു റിസർച്ച് തന്നെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതുമായി ഒരു റിസർച്ചിനുള്ള സ്കോപ്പ് അവിടെ ഉത്ഭവിക്കുന്നുണ്ട്. അടുത്താണ് ടു പ്രൊവൈഡ് വാലിഡ് ഇൻഫർമേഷൻ ഫോർ ഡിസൈഡിങ് പ്രൊമോഷൻ, ട്രാൻസ്ഫർ, പ്ലേസ്മെന്റ്, പണിഷ്മെന്റ് എക്സെട്ര. അതുപോലെ നമുക്ക് ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ വഴി ശരിയായ രീതിയിൽ വാലിഡ് ആയിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് പ്രൊമോഷൻ, ആർക്കാണ് പ്രൊമോഷൻ കൊടുക്കേണ്ടത്, ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്, ആർക്കാണ് പ്ലേസ്മെന്റ് കൊടുക്കേണ്ടത്, അതുപോലെ പണിഷ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാൻ വേണ്ട ഇൻഫർമേഷൻസ് ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ വഴി കിട്ടുന്നതാണ്. അടുത്തതാണ് ടു ഫെസിലിറ്റേറ്റ് എ കമ്പാരിറ്റീവ് സ്റ്റഡി ഓഫ് എബിലിറ്റീസ് ഓഫ് ഡിഫറെന്റ് എംപ്ലോയീസ്. അതുപോലെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് നടത്താൻ ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ വഴി സഹായിക്കും. കാരണം നിഷ്പക്ഷപരമായിട്ട് ഓരോ എംപ്ലോയീസിനെയും നമ്മൾ വിലയിരുത്തുന്നുണ്ട്. അപ്പൊ ഓരോ എംപ്ലോയീസിനെയും നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് എന്താ പറ്റും, അവരുടെ എബിലിറ്റീസ് തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കെ ഈ ഒരു പെർഫോമൻസ് അപ്രൈസൽ കൊണ്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത്.